പാലക്കാട് ജില്ലയിലെ നഗരപ്രദേശങ്ങളിലൂടെയുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് ഉജ്ജ്വല തുടക്കം. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ നടന്ന പരിപാടി നഗരസഭാ അംഗം എൻ കവിത ഉദ്ഘാടനം ചെയ്തു. വികസിത രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാരതം. അപ്പോൾ നമ്മുടെ വിവിധ പദ്ധതികൾ, നമ്മുടെ ജനക്ഷേമ പദ്ധതികൾ ഇത്തരത്തിൽ 2 പതിറ്റാണ്ടുകളായിട്ട് 20 പതിറ്റാണ്ടുകളായിട്ട് നമുക്കറിയാം, ഇത്രത്തോളം ജനങ്ങളിൽ ഇറങ്ങിക്കൊണ്ട് ജനക്ഷേമ പദ്ധതികൾ നടത്തിയ വേറൊരു സർക്കാർ നമുക്ക് ഇതിൽ മുന്നേ കാണാൻ സാധിക്കില്ല. അതിന് നമ്മളുടെ മോദി സർക്കാരിന് അഭിനന്ദനം അറിയിച്ചേ കഴിയുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് അഭിമാനിക്കാം. ഇത്തരത്തിലെ ബാങ്കുകൾ വഴി കൂടുതൽ ജനക്ഷേമ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ജനക്ഷേമ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്തരം ജനക്ഷേമ പദ്ധതികളൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് സംശയമാണ്. അത്തരത്തിൽ ഈ പദ്ധതികളൊക്കെ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വികസിത് ഭാരത് സങ്കല്പ യാത്രയിലൂടെ തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് നമ്മളെ ഇത്തരം ജനക്ഷേമ പദ്ധതികളൊക്കെ അറിയിക്കുന്ന രീതിയിൽ ഉള്ള ഒരു യാത്രയും കൂടി ആവണം എന്നുള്ളതാണ് ഞാനും കൂടി ആഗ്രഹിക്കുന്നത്. സൗമ്യ, ശ്രീകൃഷ്ണപുരം കനറ ബാങ്ക് മാനേജർ ജയാനന്ദ്, കേന്ദ്ര വാർത്താ വിഭാഗം നോഡൽ ഓഫീസർ അംജിത് ഷേർ, കെ ഹരിദാസ്, ബാങ്ക് മാനേജർ കെ സുപ്രജ എന്നിവർ പങ്കെടുത്തു. ആധാർ അപ്ഡേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു. വിവിധ കേന്ദ്ര പദ്ധതികൾ പരിചയപ്പെടുത്തി. IEDC വാനിൽ പ്രധാനമന്ത്രിയുടെ സന്ദേശ വീഡിയോ പ്രദർശിപ്പിച്ചു. കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ ലഘുലേഖകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. പങ്കെടുത്തവർ വികസിത ഭാരതം പ്രതിജ്ഞയെടുത്തു. പുള്ളുവൻ പാട്ട്, മാജിക് ഷോ തുടങ്ങിയ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ജില്ലയിലെ 7 നഗരസഭകളിലായി 15 സ്ഥലങ്ങളിലാണ് യാത്രാ പര്യടനം നടത്തുക. നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ലക്ഷ്യമിട്ടാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഈ പ്രദേശങ്ങളിൽ പര്യടനം നടത്തുന്നത്. യാത്ര തിങ്കളാഴ്ച മണ്ണാർക്കാട് നഗരസഭയിലേക്ക് പര്യടനം നടത്തി. വിവിധ പദ്ധതി ഗുണഭോക്താക്കളായ ശ്രീജ, ചിത്ര, ബൈജു, ദാമോദരൻ, ഇക്ബാൽ എന്നിവർ തങ്ങളുടെ വിജയകഥകൾ പങ്കുവച്ചു. UTV ന്യൂസ്, പാലക്കാട്.